വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചിക്കൻ കറിയിലും ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ കറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ. മൂന്ന് ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ. അത് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള, വളരെ ചെറിയ വലുപ്പത്തിലുള്ള സവാള നമ്മൾ ഇട്ട് കൊടുത്ത്, വളരെ ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്ത് സോട്ട് ചെയ്യണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ വരണ്ട് വരും. ഒരു 4-5 മിനിറ്റിൽ ഇത്തിരി ബ്രൗൺ കളറായിട്ട് കിട്ടും. ഈ ഒരു ഇതാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കൂടി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്, ഇത് ഒരുപാട് കുക്കാക്കുന്നില്ല. അപ്പോൾ സവാള ഒരു വിധം വരണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു, നല്ല രീതിയിൽ വഴറ്റിയെടുത്തു. ഇങ്ങനെ ഒരു നമ്മളൊരു 15 മിനിറ്റോളം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. വളരെ സ്ലോ ഫയറിൽ നടക്കുന്ന ഒരു പ്രൊസീജിയറാണിത്. ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അപ്പോൾ ശരിക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ശരിക്കും ഒനിയലിലും തക്കാളിലും എല്ലാം പിടിച്ചു. ഇനിയാണ് നമ്മളിതിലേക്ക് ഓരോന്നായിട്ട് മസാല ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ടേബിൾ സ്പൂണിൽ അളവിൽ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണും കാശ്മീരി മുളക് പൊടി മതിയാവും. ഇത് വളരെ ചെറിയ സ്പൂണായതുകൊണ്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ ഇട്ടിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമ്മൾ ചേർക്കുന്ന മസാലകൾ. അത് വളരെ സ്ലോ ഫയറിൽ 5-10 മിനിറ്റ് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. വളരെ സ്ലോ ഫയറിൽ വേണം ഇങ്ങനെ ചെയ്യാൻ. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യാത്ത, ഇത് വേണമെങ്കിൽ ചുട്ടെടുത്തിട്ടുള്ള കത്രിക്കയാക്കി വേണമെങ്കിൽ വെക്കാം. നമ്മൾ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഫുള്ള് ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ പച്ചയായിട്ടുള്ള കത്രിക്ക കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ അല്പം ചിക്കൻ മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മളിതിനെ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ മസാല ശരിക്കും കത്രിക്കയിൽ പിടിച്ചു. ഇങ്ങനെ നമ്മളൊരു 5-6 മിനിറ്റ് മിക്സ് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ടൈറ്റായിട്ട് തന്നെയാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. 10-15 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്യണം. അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഓയിൽമയെല്ലാം നല്ല മുകളിലേക്ക് തെളിഞ്ഞു വരും. ഇത് എന്തോരം കുക്കാവുന്നു അത്രയും ടേസ്റ്റാണ്. നമ്മൾ കത്രിക്ക ഗ്രില്ല് ചെയ്തിട്ടോ വേവിച്ചിട്ടോ ഒന്നും എടുത്തിട്ടില്ല, ഡയറക്റ്റായിട്ട് വന്നുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് കൂടി ശരിക്കും ഗ്രേവിയിലേക്ക് കിട്ടും. നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എരിവെല്ലാം നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടും. ശരിക്കും ബാലൻസ്ഡ് ആവും. നമ്മളിതിലേക്ക് പച്ചമുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മുളക് പൊടിയുടെ എരിവ് മാത്രമേ ഇപ്പോൾ ഇതിനുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ചിക്കൻ കറിയൊക്കെ പോലെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണത്. ഇനി നമ്മൾ ഇതിൻ്റെ താളിപ്പ് തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ, 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്താണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. താളിപ്പിനായിട്ട് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ നമ്മളതിനെ ബ്രൗൺ കളറാക്കി തേങ്ങ മാറിയതിന് ശേഷം മാത്രം അതിലേക്ക് മസാലയായിട്ട് 1/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്ത് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ മുളക് കരിഞ്ഞു പോവും. ഈ ഒരു പരുവത്തിലുള്ള താളിപ്പ് കൂടി നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഗാർണിഷായിട്ട് നമ്മൾ തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ താളിപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ശരിക്കും ചിക്കൻ കറിയെ പോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്ന ഒരു കറിയാണ്. കാഷ്യൂ പേസ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ ഈ തയ്യാറാക്കിയിരുന്ന ഐറ്റം ഇതെല്ലാം നമ്മളൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതായത് സവോളയും തക്കാളിയും എല്ലാം വഴറ്റി മസാല ഇട്ടതിന് ശേഷം അപ്പം തന്നെ നമ്മൾ വഴുതനങ്ങയിലാണ്, എന്നിട്ട് അടച്ചു വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ ശരിക്കും ഈ വഴുതനങ്ങയുടെ ഫുള്ള് ടേസ്റ്റ് ആ ഒരു ഗ്രേവിയിലേക്ക് നമുക്ക് അബ്സോർവ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഫുള്ള് നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഐറ്റമാണ് ഈ വഴുതനങ്ങ. ശരിക്കും നമ്മൾ കഴിക്കുമ്പോൾ ആ തേങ്ങാക്കൊത്ത് കൂടി കഴിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും.